അടുത്ത നമ്മൾ നോക്കുന്നത് 2012 റിഡ്സ് ZXi ആണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. ഇത് ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. അടുത്തൊരു സെലീരിയ മോഡലാണ്. ഇച്ചിരി നമുക്കൊരു ചെറിയൊരു വലിയ വണ്ടി, ഒരു 5 ലക്ഷത്തിനകത്ത് ഇച്ചിരി ഒരു വലിയ വണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 സെലീരിയോ VXi ആണ്. ഇതിൻ്റെ കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 2019 ടിയാഗോ XZ എന്ന് പറഞ്ഞ മോഡലാണ്. 30,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അടുത്തൊരു സെഡാൻ ടൈപ്പ് ഡിസയർ മോഡലാണ്. 2018 വണ്ടിയാണ്. കളർ വരുന്ന വൈറ്റ് കളറാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 46,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അടുത്ത ബെലേനോ നോക്കുന്ന കസ്റ്റമർക്ക് 2016 ബെലേനോ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2016 ബെലേനോ ആൽഫ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇരിക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് തട്ടാമല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു ഓൾട്ടോ, റിഡ്സ്, സാൻഡ്രോ, വാഗണർ, സെലീരിയോ, ഇഗ്നീസ് അങ്ങനെയൊക്കെയുള്ള മോഡൽസ് നോക്കുന്ന ഒരു ഇടത്തരം ഫാമിലിക്കൊക്കെ എടുക്കാവുന്ന നല്ല നല്ല വണ്ടികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുതിയ സ്റ്റോക്കായിട്ടും പിന്നെ കുറച്ച് പഴയ സ്റ്റോക്കുകളും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ പഴയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നിരുന്നാൽ പോലും അതുകൂടി മിക്സ് ചെയ്ത് നമുക്കൊരു നല്ല വീഡിയോ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. അത്യാവശ്യം വണ്ടികൾ കയറിയിട്ടുണ്ട്, വലുതും വന്നിട്ടുണ്ട് കേട്ടോ. എർട്ടിഗയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ദൂരെ കിടക്കുന്ന പോലെ തോന്നുന്നു. എർട്ടിഗയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ബാ. അപ്പോൾ സുനോയ് ബ്രോ നമസ്കാരമുണ്ട്. പിന്നെന്ത്, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കഴിഞ്ഞ മാസത്തെ വാർത്ത? കഴിഞ്ഞ മാസം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. ഈ മാസം നമുക്ക് തുടക്കം കുറച്ച് മോശമാണ്. അപ്പം അതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ള സ്റ്റോക്കും ഡീറ്റെയിൽസ് എല്ലാം ഒന്ന്. പഴയ സ്റ്റോക്ക് കുറച്ച് വണ്ടി ഇവിടെ ഇപ്പോൾ കണ്ട് നമുക്ക് കുറച്ച് പറയൂ. അതേ വിലയായിരിക്കും? അല്ലല്ല, അതിനകത്തൊന്ന് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആ വീഡിയോ കാണുന്ന നമുക്ക് കസ്റ്റമേഴ്സിനാണ് അറിയാൻ പറ്റും. ആ വിലക്കകത്തൊക്കെ ചെറിയ വേരിയേഷൻ എല്ലാ വണ്ടിക്കകത്തും നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു ന്യൂ ഷേപ്പ് വാഗണറാണ്. 2020 ലാസ്റ്റ് ZXi ആണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. പിന്നെ ZXi അറിയാലോ, നമുക്ക് ടോപ്പ് മോഡലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് നമുക്ക് സ്ക്രീന് കാര്യങ്ങളെല്ലാം ഓൾറെഡി വണ്ടിക്കകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ഒരു സീറ്റ് അവർ കസ്റ്റമർ ഫുൾ മാറ്റ്, അതുപോലെ തന്നെ റെയിൻ ഗാർഡ്, അങ്ങനെ കുറച്ച് ആക്സറീസ് ഫിറ്റ്മെൻറ്റ് കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം നമുക്ക് ഫസ്റ്റ് ടയർ തന്നെ വണ്ടിക്കകത്ത് കിടക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് ബോഡിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പം നിലവിൽ നമുക്ക് അങ്ങനെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടുമില്ല. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. പിന്നെ നമുക്ക് ഇത് നോർമലി 6 മാസം വാറണ്ടിയും 3 മാരുതിയുടെ ഫ്രീ സർവീസും ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു വണ്ടി വിലയുടെ 80-85% വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യം നമുക്ക് മാക്സിമം ഒരു രൂപയ്ക്കകത്ത് ഒരു 80 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2020 വാഗണർ ZXi സിംഗിൾ ഓണർ, 38,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നമ്മൾ ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. വലിയ പോറിൽ ഒന്നും കാണുന്നില്ല. ഇല്ല, വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. വലുതായിട്ട് നമുക്ക് റീപെയിൻറ്റോ വേറെ ഡാമേജോ ആക്സിഡൻറ്റോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറഞ്ഞത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 550 ഇട്ടേക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമർക്ക് വന്ന് വണ്ടി കണ്ട് അത് നേരിട്ട് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വിലയുടെ കാര്യത്തിൽ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. അടുത്ത നമ്മൾ നോക്കുന്നത് 2012 റിഡ്സ് ZXi ആണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. ഇത് ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ നമുക്കിത് ഓൾറെഡി നിർത്തിയെങ്കിലും ഇപ്പോഴും മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് റിഡ്സ്. അതുപോലെ എൻക്വയറിയും കൂടുതൽ വരുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തതേ ഉള്ളൂ. ജെന്യുവൻ കിലോമീറ്റർ ആണ്. പിന്നെ അത് കമ്പനി സർവീസാണ്. ആ ജെന്യുവൻ കിലോമീറ്റർ ചോദിക്കുന്ന കസ്റ്റമർക്ക് അതിന് ജെന്യുവൻ ആണുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം. വണ്ടി കാണാൻ വരുന്ന സമയത്ത് അതിനകത്ത് ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. ഓൾറെഡി എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കിലോമീറ്ററിൻ്റെ ക്വാളിറ്റി, ആ യൂസ് ചെയ്യുന്ന നമ്മൾ അകവും കാര്യങ്ങളും അതുപോലെ തന്നെ അത് സ്റ്റിയറിങ്ങും പെഡലെല്ലാം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് ഓണറാണ്. പിന്നെ ഇത് നമ്മൾ ഫിനാൻസിൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അലോയ്സ് ഓൾറെഡി ഈ മോഡലിന് വരുന്നത്, അഡീഷണൽ അലോയ്സ് ഓൾറെഡി വരുന്നതാണ്. പിന്നെ ബോഡിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ ബാക്കിൽ ക്യാമറ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സെൻസറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്ക്രീന് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ചെറിയൊരു സ്ക്രീൻ കസ്റ്റമർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിനാൻസ് 2012 വണ്ടിക്ക് നോർമലി നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടില്ല. എന്നാൽ ഫിനാൻസ് കമ്പനികൾ നമുക്ക് മഹേന്ദ്ര അതുപോലെ തന്നെ ചോളമണ്ഡലം അങ്ങനത്തുള്ള കമ്പനി മാക്സിമം 2 വർഷം വരെയുള്ള സ്കീമിൽ അവർ ചെയ്തു തരും.
അപ്പോൾ അടവൊക്കെ എങ്ങനെ വരും? അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പെർ എങ്ങനെ പോയാലും 5-6 ഇഞ്ച് അടവ് വരും. എത്ര വർഷം? അത് 2 വർഷമായിരിക്കും. 2 വർഷം. 2 വർഷം മാക്സിമം ചെയ്യും. 2012 വണ്ടി ആയതുകൊണ്ടേ 2 വർഷം വരെ മാക്സിമം ചെയ്യാം. വണ്ടി നമുക്ക് റിട്സ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഉണ്ടല്ലേ? ചെറിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ബമ്പറിലൊക്കെ അത് ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് എങ്ങനെയാലും അറിയില്ല. 10-13 വർഷം പഴക്കമുള്ള വണ്ടിയാണ് അത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഹിസ്റ്ററിക്ക് അകത്തുണ്ട്. ചെറിയ ഒരു 10,000-4,000 രൂപയുടെ ക്ലെയിം കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് പട്ടി എങ്ങാണ്ട് ഏതാണ്ട് ഈ ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ക്ലെയിം അല്ല, അത് പെയിൻറ്റിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ബമ്പർ ഒരു സമയത്ത് ഡെൻറ്റിംഗ് ആൻഡ് പെയിൻറ്റിങ് അത് ഓൾറെഡി ഹിസ്റ്ററി തന്നെ കമ്പനി തന്നെയാണ് ചെയ്തേക്കുന്നത്. അല്ല റീപ്ലേസ്മെൻറ്റോ വേറെ ക്ലെയിം വർക്കോ അങ്ങനെ ഒന്നും ഓൾറെഡി ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മളായ കുറേ വർക്കും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് ക്ലിയർ ചെയ്തായിരിക്കും വണ്ടി കൊടുക്കുന്നത്. ചോദ്യം വണ്ടി ഇപ്പോൾ എടുത്തേ ഉള്ളൂ. എന്തായാലും ഞാൻ അതിൻ്റെ പ്രൈസ് നമുക്ക് വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ. വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടാണല്ലോ, വണ്ടി ഇപ്പം വന്ന് ഓൾറെഡി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് എടുത്തേ ഉള്ളൂ. 2021 ഓൾട്ടോ 800 LXI മോഡലാണ്. ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. കമ്പനി ടയറാണ് നമുക്കെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻറ്റീരിയൽ ഭാഗം നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്കൊരു ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവർ ഓൾറെഡി കമ്പനി വരുന്ന തന്നെയാണ്. പിന്നെ നമുക്ക് സ്റ്റീരിയോ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. പിന്നെ നമുക്കറിയാലോ 19 ശേഷമുള്ള LXIക്കകത്തൊക്കെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെയുള്ള കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിക്കകത്ത് ഓൾറെഡി വരുന്നുണ്ട്. എയർ ബാഗ് ഒന്നല്ലേ വരുന്നത്? അതെ LXIക്ക് ഒന്നാണ് വരുന്നത്. VXIക്ക് നമുക്ക് 2, LXI ഓപ്ഷൻ ആണെങ്കിൽ 2 വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ എടുത്ത് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. പിന്നെ നമുക്കിത് നോർമലി വാറണ്ടിയും ഫ്രീ സർവീസും എല്ലാം വരുന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ ഇതും ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50,000 രൂപ 75,000 രൂപ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ കൊച്ച് ഒരു ആക്സിഡൻറ്റ് ഫ്രീ വണ്ടിയാണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണറാണ് കേട്ടോ. ചോദ്യം എത്ര? ഇത് നമ്മൾ 345 നമ്മൾ സെല്ലിങ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമുക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ആ നെഗോഷിയേഷൻ്റെ സ്ഥാനത്ത് നമുക്ക് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. 2021 കിലോമീറ്റർ 24,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. സിംഗിൾ ടയർ തന്നെ കമ്പനി ടയർ 24,000 കിലോമീറ്റർ ഓടിയ ടയറാണ് കിടക്കുന്നത്. അടുത്തൊരു സെലീരിയോ മോഡലാണ്. ഇച്ചിരി നമുക്കൊരു ചെറിയൊരു വലിയ വണ്ടി, ഒരു 5 ലക്ഷത്തിനകത്ത് ഇച്ചിരി ഒരു വലിയ വണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 സെലീരിയോ VXI ആണ്. ഇതിൻ്റെ കിലോമീറ്റർ 30,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ആ 30,000 കിലോമീറ്റർ ഓടിയ ടയറുകളാണ് 4 കിടക്കുന്നത് തന്നെ. വണ്ടി ഗ്രേ ആണ് കളർ വരുന്നത്. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവർ, ഫുൾ മാറ്റ്, അതുപോലെ റെയിൻ ഗാർഡ്, അങ്ങനെ കുറച്ച് അത്യാവശ്യം. പിന്നെ ബാക്കിലൊരു സ്പോയിലർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിക്കകത്ത് വേണ്ട ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കസ്റ്റമറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡി നോക്കുകയാണെങ്കിൽ അങ്ങനെ മേജറായിട്ട് റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ആ ഒരു ഫ്രണ്ടിൻ്റെയും ബമ്പറിൻ്റെയും അവിടെ ചെറിയൊരു ഡെൻറ്റ് സ്ക്രാച്ചും ഉണ്ട്. അത് ഓൾറെഡി നമ്മളിവിടുന്ന് അഡ്വാൻസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മൾ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് നമ്മളായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ആ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം ഇത് ഇവിടെ ചെറുതായിട്ട് എടുക്കുന്ന സമയത്ത് ചെറിയ പിടിച്ചൊരു ഡാമേജാണ്. ഈ ഒരു ഡാമേജ് നിലവിൽ വണ്ടിക്കകത്തുള്ളൂ. അത് നമ്മളായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് ഇത് നോർമലി 6 മാസം വാറണ്ടി ഉണ്ട്. ഇതിനകത്ത് ഫിനാൻസ് നോക്കുവാണെങ്കിലും നമുക്ക് ആദ്യം ഒരു 1 lakh റേഞ്ചിനകത്ത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന കസ്റ്റമർക്ക് നമുക്ക് 5 വർഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് പോലത്തെ ആക്സറീസുകൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 410 സെല്ലിങ് ഇട്ടേക്കുന്നത്. 2017 30,000 കിലോമീറ്റർ ഓടിയ സെലീരിയോ VXI. ഇത് 2022 ന്യൂ മോഡൽ കേട്ടൺ, അതായത് ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ന്യൂ ഷേപ്പ് കേട്ടനാണ്. 12,000 കിലോമീറ്ററാണ് ഓൾറെഡി വണ്ടി ഓടിയേക്കുന്നത്. പിന്നെ വൈറ്റ് കളറാണ്. ഇത് നോർമലി നമുക്ക് BS6 വണ്ടിയാണ്. എയർ ബാഗ് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി VXI ആണെങ്കിൽ നമുക്ക് കമ്പനിയാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് അങ്ങനെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ഫിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. മാറ്റോ അങ്ങനെ സീറ്റ് കവറോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് അത് വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം നിലവിൽ പുതിയ വണ്ടിയുടെ ആ ഒരു രീതി തന്നെയാണ് കിടക്കുന്നത്. ടയറും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. 12,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ആ ടയർ തന്നെ കിടക്കുന്നത്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയാണ്. ആദ്യം നമുക്കൊരു 75 രൂപ തൊട്ട് മേലോട്ട്, 75 രൂപ ഉണ്ടെങ്കിൽ പോലും ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന നമുക്കൊരു മോഡൽ കൂടിയ ഒരു ഓൾട്ടോ കേട്ടനാണ് വണ്ടി. എത്ര ചോദ്യം? ഇത് നമ്മൾ 420 ഇട്ടേക്കുന്നത്. 2022 കേട്ടൺ VXI 12,000 കിലോമീറ്റർ ഓടി വണ്ടി. അടുത്തൊരു സെഡാൻ ടൈപ്പ് ഡിസയർ മോഡലാണ്. 2018 വണ്ടിയാണ്. കളർ വരുന്ന വൈറ്റ് കളറാണ്. ഓണർഷിപ്പ് സിംഗിളാണ്. കിലോമീറ്റർ 46,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടയറല്ല, ഇത് 4 സെക്കൻഡ് ടയറാണ്. അതും സെയിം കമ്പനി തന്നെയാണ്. ഒരുമിച്ച് 4 C8 ടയറാണ് ഓൾറെഡി മാറിയിരിക്കുന്നത്. വണ്ടിക്കകത്ത് അങ്ങനെ അഡീഷണൽ ആയിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നോർമലി സീറ്റ് കവർ, അതുപോലെ തന്നെ ചെറിയൊരു ആൻഡ്രോയിഡ് ടച്ച് സെറ്റുണ്ട്. ബാക്കിൽ ക്യാമറ, അങ്ങനെയുള്ള ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റാണ്, ക്ലീനായിട്ടാണ് ഓൾറെഡി കിടക്കുന്നത്.
നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്നൊരു എക്സ്പെൻസ് ആവുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2 ലോക്കാണ് ഒരു സെക്കൻഡ്. അതൊക്കെ പൊളിക്കൂ. ഓക്കെ, നമുക്ക് ഫിനാൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ആദ്യം ഒരു 1 lakh റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഒരു സെഡാൻ ടൈപ്പാണ്. ബാക്കിലെ ക്യാമറ അതുപോലെ നമുക്ക് സെൻസർ അങ്ങനെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഓൾറെഡി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2018 ഡിസൈറാണ്. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇതിനകത്ത് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് നമുക്ക് ഓക്കെയാണ്. ചോദ്യം എത്ര? ഇത് നമ്മൾ 5 രൂപയാണ് ചോദിക്കുന്നത്. 2018 ഡിസൈർ. വില നെഗോഷ്യബിളാണ്. വണ്ടി വന്ന് കണ്ടതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു തരുന്നത്. അടുത്ത 2020 മോഡൽ ഡിസൈറാണ്. വേരിയൻ്റ് വരുന്നത് VXi ആണ്. കിലോമീറ്റർ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഗ്രേ കളറാണ്. നമ്മുടെ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 2020 ഡിസൈർ VXi സിംഗിൾ ഓണർ. 12,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിടക്കുന്നത്. നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് നോർമലി വണ്ടിക്കകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ളൂ. ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് ഇവരൊക്കെ കമ്പനി വരുന്നതാണ്. അകമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു 2020 ലോ കിലോമീറ്റർ സെഡാൻ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഇത് നമുക്ക് നോർമലി വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നതാണ്. ഫിനാൻസ് നോക്കുന്ന ഒരാൾക്കും നമുക്ക് ആദ്യം ഒരു 1 lakh റേഞ്ചിൽ ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇപ്പോഴത്തെ സെഡാനിലൊക്കെ ബാക്ക് AC വെൻറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി വരുന്നുണ്ട്. എത്ര ചോദ്യം എത്ര? ഇത് നമ്മൾ 690 ഇട്ടേക്കുന്നത്. നോർമൽ കമ്പനി സർവീസാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്കൊരു 1 രൂപ റേഞ്ചിലുണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടവൊക്കെ? അടവ് നമുക്ക് മാക്സിമം നമുക്ക് ഒരു 5 ലക്ഷം വരെയൊക്കെ സുഖമായിട്ട് ലോൺ 5-6 വരെ ലോൺ കിട്ടും. ചോദ്യം എത്രയായിരുന്നു? ഇത് 690. 590 വരെയൊക്കെ സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്യാം. അത് കസ്റ്റമർ ട്രാക്ക് അനുസരിച്ച് നമുക്ക് 5 വർഷവും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചില ബാങ്കിലാണെങ്കിൽ നമുക്ക് 6 വർഷം ആ സ്കീമിലും ചെയ്യുന്നുണ്ട്. അടുത്ത ബലേനോ നോക്കുന്ന കസ്റ്റമർക്ക് 2016 ബലേനോ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2016 ബലേനോ ആൽഫ 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിൻ്റെ ടയേഴ്സ് മോശമാണല്ലോ. ടയർസ് 2 ടയർസ് ഫസ്റ്റ് ടയറാണ്. ഓൾറെഡി അത് മാറേണ്ട സമയമായിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ കുഴപ്പമില്ല. പിന്നെ ആൽഫ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട. നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതിനകത്ത് ഓൾറെഡി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്കകത്ത് തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് പോപ്പുലറിൻ്റെ ഒരു 6 മാസം ഇന്ത്യൻ ഗിയർ ബോക്സ് വാറണ്ടി നമ്മൾ കവറേജ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 4 വർഷം നമുക്ക് ഫിനാൻസ് ചെയ്യാം. അതായത് ആദ്യം ഒരു 1 lakh റേഞ്ചിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. നമുക്കൊരു കുറഞ്ഞ റേഞ്ച് ഒരു ബലേനോ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ബെറ്റർ ചോയ്സാണ്. ഈ 1 lakh അടച്ചു കഴിഞ്ഞാലേ മാസം അടവ് എങ്ങനെയാണ്? മാസം നമുക്ക് അടക്കുകയാണെങ്കിൽ നമുക്കൊരു പെർ ലാക്ക് EMI നോക്കുകയാണെങ്കിൽ 2,350, 2,400 റേഞ്ച് 1 ലക്ഷം രൂപയ്ക്ക് EMI വരും. അങ്ങനെയാണെങ്കിൽ അത് 5 വർഷ സ്കീമാണ്. 5 വർഷമുള്ള സ്കീമാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് 4 വർഷമോ 3 വർഷം അതാകുമ്പോഴത്തേക്ക് നമുക്ക് മന്ത്ലി EMI കൂടിക്കൊണ്ടിരിക്കും. എത്ര ചോദ്യം എത്ര? ഇത് നമ്മൾ 555 2016 ബലേനോ ആൽഫ. അടുത്തത് നമുക്കൊരു ബലേനയാണ്. നമുക്ക് നേരത്തെ പരിചയപ്പെടുത്തിയ 2016 ആണ്. ഇതാകുമ്പോഴത്തേക്ക് 2019 മോഡലാണ്. 2019 ബലേനോ ആൽഫ ഫസ്റ്റ് ഓണർ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബ്ലൂ ആണ് കളർ വരുന്നത്. നമുക്ക് ടയർ ഭാഗവും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാതാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കിട്ടും. ഫിനാൻസ് അവൈലബിൾ ആണ്. ഇതേത് വേരിയൻ്റ് ഏതാണ്? ഇത് ആൽഫയാണ് വരുന്നത്. 2019 ആൽഫ. നമുക്ക് ആൽഫ എന്ന് പറയുമ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്, സ്പോയിലറുണ്ട്. ചോദ്യം എത്രയാ? ഇത് നമ്മൾ 660 ചോദിക്കുന്നത്. 2019 ബലേന ആൽഫ 40,000 കിലോമീറ്റർ 660. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കളർ ഫെയ്ഡ് ഒന്നുമില്ല. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ഇത് ഏതാ മോഡൽ ഏതായിരുന്നു? 2019 ബലേനോ ആൽഫ. 2019 സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ഇത്ര നേരം പരിചയപ്പെടുത്തിയത് മാനുവൽ വണ്ടിയാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ്. 2018 സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 50 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ ടയറെല്ലാം ഓൾറെഡി ഫ്രണ്ട് ന്യൂ ടയറാണ് കിടക്കുന്നത്. നമുക്ക് ഇച്ചിരി ഒരു വലിയ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2018 സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് നമുക്ക് മാനുവലും ഇതും തമ്മിലേ കിലോമീറ്ററിന് എന്തുമാത്രം വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ചെറിയ 1 ലിറ്റർ ആ ഇതില്ല. നമ്മൾ മാരുതിയിലെല്ലാം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏജസ് ആണ്. ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് അതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മൈലേജിനകത്ത് വലിയ വേരിയേഷൻ വരുന്നില്ല. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം.
നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് വണ്ടികളുടെ എല്ലാ വണ്ടിയും പറയുന്ന കണക്ക് 80-85% വരെ ഫിനാൻസ് കിട്ടും. അതായത് ആദ്യം നമുക്കൊരു 1 lakh റേഞ്ചിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് ബാക്കി ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് ബമ്പറും ചെറിയ ഒരു 20,000-നകത്തൊരു ക്ലെയിം വന്നിട്ടുണ്ട് ഓൾറെഡി. അത് ഹിസ്റ്ററിക്കകത്ത് തന്നെ ഉണ്ട്. ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ആ വരുന്ന കസ്റ്റമർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇടിച്ചതായിട്ടാണ് ചെറിയൊരു ക്ലെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് കേട്ടോ. ഒരു 20,000 ഒരു ക്ലെയിമാണ്. അത് ഫ്രണ്ട് ബമ്പറും ആ ഒരു ഇതായിട്ടാണ് ഹിസ്റ്ററിക്കകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. മേജർ ആക്സിഡന്റ് ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയുള്ളൂ. ഇത് ഫ്രണ്ട് ബമ്പറും ഈ ഫ്രണ്ട് സൈഡ് ചെറിയൊരു ആക്സിഡന്റ്, അത് ആ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ചെറിയൊരു എമൗണ്ട് ബമ്പറും പറഞ്ഞു. ബമ്പർ മാത്രമേ ഉള്ള മാറിയത്. ബമ്പറും അതിന് അനുബന്ധമായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ബമ്പർ മാത്രമെന്നല്ല പറയുന്നത്. ബമ്പർ ആരുടെ ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മാറേണ്ടി വരും. അല്ലാതെ ഇതിന്റെ വേറെ പ്രശ്നമൊന്നുമില്ല. 2017 i20 മാഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയ വൈറ്റ് കളർ വണ്ടിയാണ്. ഇത് നമുക്ക് നോർമലി പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കാം. ടയർ ഭാഗമൊക്കെ നല്ല പുതിയ ടയർ തന്നെയാണ്. സെക്കൻഡ് ടയർ തന്നെ കേട്ടോ, ഫസ്റ്റ് ടയറല്ല. അവർ 30,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ 4 ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ചോദിക്കും 30,000 കിലോമീറ്റർ എന്തിനാണ് ടയർ മാറിയെന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വരാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണൊക്കെ ഇരിക്കുമല്ലോ. കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയാണ്, പ്രോപ്പർ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ എല്ലാം ജെനുവിനാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്കൊരു 1 lakh റേഞ്ചിൽ ലോൺ ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതായത് 2017 i20 മാഗ്ന വൈറ്റ് കളർ വണ്ടിയാണ്. ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പെയിൻറ്റിംഗ് വർക്കോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ചെറിയ ബമ്പറിലോ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളായിട്ട് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ടയറൊക്കെ നല്ല ടയറാണ് കേട്ടോ. ഇപ്പം അപ്പോളോടെ 4 ടയറാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. എത്ര ചോദ്യം എത്ര? ഇത് നമ്മൾ 5.15 സെല്ലിങ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നമുക്ക് വില നെഗോഷ്യബിളാണ്. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമ്മൾ മണിമട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഇല്ല. 2019 ടിയാഗോ XZ എന്ന് പറഞ്ഞ മോഡലാണ്. 30,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓണറാണ്. റെഡ് കളറാണ്. പോപ്പുലറിൻ്റെ 6 മാസം എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. 2019 ടിയാഗോ XZ. ടയർ ഭാഗം എല്ലാം ഏകദേശം ഒരു 70% മേലോട്ട് ഉള്ള ടയറുകളാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെങ്കിൽ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. റെഡ് കളർ വണ്ടി 2019 ടിയാഗോ XZ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം നമുക്കൊരു 1 lakh റേഞ്ചിൽ അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 4.30 ചോദ്യം. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് വരുന്ന കസ്റ്റമർക്ക് തീർച്ചയായിട്ടും ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ പറഞ്ഞ പ്രൈസിനകത്ത് ഡിസ്കൗണ്ട് കൊടുക്കാം. ഇതേ കിലോമീറ്ററൊക്കെ എങ്ങനെയാണ്? 30,000 കിലോമീറ്റർ 2019 ടിയാഗോ XZ 30,000 കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. മൈലേജ് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ പറയില്ല, നമ്മളെടുത്ത് കുറച്ച് കിലോമീറ്റർ അല്ലേ യൂസ് പെട്രോളല്ലേ? പെട്രോളാണ്. എങ്കിലും ടാറ്റയുടെ വണ്ടിക്കൊക്കെ അറിയാം ഒരു ആവറേജ് മൈലേജ് ഉണ്ട്. അതെന്തായാലും കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം. അത്യാവശ്യം മാന്യമായ വിലയൊക്കെയാണ് ഇത്തവണ ചോദിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റായിട്ട് ഇടുക. നല്ല വണ്ടികളാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് കൊള്ളാമെന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.